നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നടന്ന ഫൈനൽ കണ്ടെന്ന് ഞാൻ കരുതുന്നു. സ്പെയിനാണ് ജയിച്ചത്. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കളി കണ്ട ഒരാളെന്ന് വെച്ച് എനിക്ക് ഇത് പറയാൻ അവകാശമുണ്ട്. ഇന്ന് നടന്ന കളി എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയുടെ ഇത്രയും കാലത്തെ കളിയിലെ ഏറ്റവും പാഴ് കളിയായിരുന്നു. അർജൻറ്റീന ഇന്ന് നടന്നത് പൊരുതിയല്ല തോറ്റത്, പകരം ഉഴപ്പിയാണ് ഇവർ തോറ്റത്. ഉഴപ്പി തോറ്റവരാണ്. ഒരുപാട് അവസരങ്ങൾ സ്പെയിന് കിട്ടി ഗോളടിക്കാനും അതുപോലെ തന്നെ ഗോൾ പോസ്റ്റിലെത്താനും, ഒരുപാട് പാസിങ്ങും. അർജൻറ്റീനയ്ക്ക് ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട്. ഒരു തരത്തിൽ അവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ല. എല്ലാം സ്പെയിനിലെ യമാലിനും അതുപോലെ തന്നെ മറ്റാളുകൾക്കാണ്. മെസ്സിക്കൊന്നും ഈ പ്രാവശ്യം ഇന്നത്തെ ഫൈനലിൽ ഒന്ന് നന്നായി കളിക്കാൻ പോലും അവസരം കിട്ടില്ല. അത്രയും ഒരു മോശപ്പെട്ട കളി തന്നെയായിരുന്നു ഇപ്പോൾ നടന്നത്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ 2026 ഫിഫ വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോക്കാതെ ഫൈനലിൽ എത്തിയൊരു ടീമാണ്. ആ ടീം ഇന്ന് തോറ്റതെന്ന് പറഞ്ഞാൽ ദയനീയമായിട്ടാണ്. വല്ലാത്തൊരു പരാജയമായി. കാരണം പ്രതീക്ഷയായിരുന്നു നമ്മൾ മെസ്സിയെ യാത്രയാക്കുന്നത് ഈ കപ്പും കൊടുത്താണെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കപ്പും കൊടുത്ത് വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി മെസ്സിയുടെ മുഖം ഫിഫ വേൾഡ് കപ്പിൽ ഒരു ഓർമ്മയായിരിക്കും. വലിയ രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു ഇന്നത്തെ കളി കണ്ടപ്പം. ദേഷ്യവും തോന്നി. കാരണം എന്ന് വെച്ചാൽ സ്പെയിനാണെങ്കിൽ എപ്പോഴും ഒരുപാട് അവസരം അവർക്ക് കിട്ടുകയുണ്ട്. അവരുടെ ബോള് അവരുടെ ഗോൾ പോസ്റ്റിൽ അവിടെ എത്തിക്കുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അർജൻറ്റീനയുടെ ഗോളി ഒരുപാട് തടഞ്ഞ് സ്പെയിനിൻ്റെ ഒരുപാട് ഗോളുകൾ അടിക്കുന്നതെല്ലാം തടഞ്ഞായിരുന്നു, സേവ് ചെയ്തായിരുന്നു. ആ ഗോളിക്ക് എന്താ പറയുക, പ്രത്യേകതരം സമ്മാനം അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. കാരണം കഷ്ടപ്പെട്ട് നന്നായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അവസാനം ആ 105-ാം മിനിറ്റിലാണ് സ്പെയിനിൻ്റെ 7-ാം നമ്പർ കാരൻ്റെന്ന് ഗോള് പോയത്. അർജൻറ്റീനയുടെ ഇത് അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ ദയനീയമായിട്ട് അവർ തോറ്റു. ഒരു വല്ലാത്തൊരു പരാജയമാണ്. ഇത്രയും ജയിച്ചു വന്ന ടീം ഇങ്ങനെ ഒരു ടീമിൻ്റെ മുന്നിൽ ഒരു ഗോള് പോലും അടിക്കാതെ പോയി. അർജൻറ്റീന കളിച്ചത് അവസാനത്തെ മിനിറ്റിലാണ്, 110-ാമത്തെ മിനിറ്റിലാണ് കളിക്കാൻ തുടങ്ങിയത്. ബാക്കി അത്രയും സമയം വീഴലും ഉരുളലും അതുപോലെ തന്നെ സ്പെയിനിനെ ഒന്ന് ഓടി തോൽപ്പിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. സ്പെയിൻ ഇഷ്ടം പോലെ വെട്ടിച്ച് അവർ എടുത്ത്. ഈ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ 400ഓളം പാസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മറ്റ് സ്റ്റാറ്റസൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്പെയിൻ്റെയാണ് കൂടുതലും. അർജൻറ്റീനയുടെയൊക്കെ വളരെ ഇതാണ്. ഇപ്പോൾ വിജയ ശതമാനം എടുത്ത് നോക്കുമ്പോൾ 90% കാണത്തുള്ളൂ. ഇന്നത്തെ ഇങ്ങനെയൊരു തോൽവി ആരും പ്രതീക്ഷിച്ചില്ല അർജൻറ്റീനയുടെ. ഇത്രയും കളി ജയിച്ച ടീം. മെസ്സിക്കൊന്നും ഈ പ്രാവശ്യം ഗോളടിക്കാനായിട്ടുള്ള ഒരവസരം പോലും ഇല്ല. അവസാന മിനിറ്റിലാണ് 3-4 കോർണർ കിക്കുകൾ കിട്ടിയത്. ഇത്രയും നേരം ഒരുപാട് ടൈം കിട്ടി. എല്ലാം കൂടെ 120 മിനിറ്റാണ് കൊടുത്തത്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉഴപ്പി തോറ്റതാണ്. വല്ലാത്തൊരു വിഷമമുണ്ട്. ഇനിയും നമുക്ക് മെസ്സിയെ കാണാൻ കഴിയത്തില്ല ഫിഫ വേൾഡ് കപ്പിൽ. ഇനി 2030 ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിരിക്കുന്നത് അർജൻറ്റീനയുടെ എതിർപ്പുള്ള പോർച്ചുഗൽസിനും ബ്രസീലുമാണ്. അവരിപ്പോൾ സ്പെയിനിനെ പിടിച്ച് നടക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ കളിയാക്കുന്നുണ്ട് അർജൻറ്റീനനെ. വല്ലാതെ നാണം കെട്ട രീതിയിലാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. അർജൻറ്റീന പൊരുതിയല്ല തോറ്റത്, ഉഴപ്പിയാണ് തോറ്റത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കളി കണ്ട ഒരാളെന്ന നിലയ്ക്ക്, ഒരു അർജൻറ്റീന ആരാധകനെന്ന നിലയ്ക്ക് എനിക്ക് ഇവർ നടത്തിയ പോരായ്മകളെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അതാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ കളിച്ച് തോക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കളിയും ജയിക്കാതെ അങ്ങ് പുറത്തായാൽ മതി. ബ്രസീലിൻ്റെയും പോർച്ചുഗൽസിൻ്റെ ഒപ്പം പുറത്തായാൽ മതിയായിരുന്നു.
എത്ര വലിയ പ്രതീക്ഷയായിരുന്നു അർജൻറ്റീന ജയിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതെല്ലാം അവർ ഈ അവസാന കളിയിൽ അവർ എല്ലാം തകർത്ത് കളഞ്ഞു. വല്ലാത്തൊരു കഷ്ടമായി. വലിയ വിഷമമുണ്ട് ഇപ്പോഴത്തെ കളി വളരെ ദയനീയമായിട്ട് തോറ്റത്.